കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ്. കാക്കനാട് സ്വദേശിക്ക് 27 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഷെയർ ട്രേഡിംഗിലൂടെ അധിക വരുമാനം വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇൻഫോ പാർക്ക് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, ഇത് നേരത്തെ ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴൊക്കെ വാർത്തകളായെങ്കിലും വീണ്ടും അത്തരം തട്ടിപ്പുകളിൽ മലയാളികൾ പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതെന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? 27 ലക്ഷം ഒറ്റയടിക്കാണോ ഇവർക്ക് നഷ്ടമായത്? ശ്യാം, ഫജിൻ, കഴിഞ്ഞ മാസം, അതായത് മെയ് മാസം മുതൽ ജൂൺ മാസം വരെയുള്ള ഒരു ഒറ്റ മാസം കൊണ്ടാണ് ഈ 27 ലക്ഷം രൂപ ഒരാൾക്ക് നഷ്ടപ്പെട്ടത്. അത് ഷെയർ ട്രേഡിംഗിലൂടെ ഈ പണം ഇരട്ടിപ്പിച്ച് നൽകുമെന്ന വാഗ്ദാനത്തിലൂടെയായിരുന്നു തട്ടിപ്പ് നടത്തിയത്. അതിൽ ഇൻഫോ പാർക്ക് പോലീസാണ് ഇപ്പോൾ ഈ തട്ടിപ്പിനിരയായ ആൾ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിറാഡോ ബ്രോക്കിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി വഴി തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഇവരെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കി, പിന്നീട് ഒരു ആപ്പ് ഇവരുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്യിച്ച ശേഷം ഇവരുടെ ഫോൺ വിശദാംശങ്ങൾ, അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ ഈ ഗ്രൂപ്പ് ശേഖരിച്ചു. പിന്നീട് പല തവണയായി ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തതാണ് ഒരു മാസം കൊണ്ട് 27 ലക്ഷം രൂപ. ലാഭവിഹിതം ലഭിക്കാതെ വന്നതോടെ സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് ഇത് തട്ടിപ്പാണെന്ന് ഇവർക്ക് മനസ്സിലാകുകയും പോലീസിനെ സമീപിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴേക്കും പണവും കൊണ്ട് തട്ടിപ്പുകാർ രക്ഷപ്പെട്ടിരുന്നു. ഏതായാലും പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.